നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ആദ്യമായിട്ട് ജെൻസിന്റെ സെക്ഷനിലേക്ക് ഒന്ന് കടക്കുവാണ്. അപ്പോൾ വീട്ടിലിരിക്കുന്ന ലേഡീസ് പർച്ചേസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ വീഡിയോ കാണുന്ന ആണുങ്ങളില്ലെന്നോർത്താ ഞാനീ പറയുന്നത്. ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. യൂട്യൂബിലൊക്കെ കമന്റൊക്കെ വരുമ്പോൾ ആണുങ്ങളുടെയൊക്കെ പേര് കാണാം. അത് മക്കളുടെയോ ഭർത്താക്കന്മാരുടെയോ ഒക്കെ യൂട്യൂബ് ഐ ഡി കയറുന്നതായിരിക്കും എന്നാണ് ഞാൻ എൻ്റെ സങ്കല്പം. അറിയത്തില്ല കേട്ടോ. അപ്പം കാണുന്നവർ വന്ന് പർച്ചേസ് ചെയ്യുക. ഇനി അല്ലാതെ നേരിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നവർ നേരിട്ട് പർച്ചേസ് ചെയ്യുക, അല്ലാതെ വീഡിയോ കോൾ വഴി പർച്ചേസ് ചെയ്യാൻ പറ്റുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ ഷർട്ട് മാത്രമേ ജെൻസിൻ്റെ കാണിക്കുന്നുള്ളൂ. വേറെ എല്ലാ ഐറ്റംസും ഉണ്ട്. ടീഷർട്ട് ഉണ്ട്, ഷോർട്സ് ഉണ്ട്, പാൻസ് ഉണ്ട്, ജീൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഇന്ന് ഷർട്ട് മാത്രമേ കാണിക്കൂ. അതിന് മുന്നേ നമുക്ക് ഷോള് കാണാം, പാകിസ്ഥാനി ഷോള്. ഈ പാകിസ്ഥാനി ഷോളിനെ പറ്റി ഞാനൊന്ന് പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യാവുള്ളൂ. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പാകിസ്ഥാനി ഷോള് പല മോഡലില് പല റേറ്റില് മാർക്കറ്റിൽ ഇറങ്ങുന്നുണ്ട്. അത് ഇത്തരം ഇങ്ങനെ ഇതുണ്ടോ, സ്റ്റോൺ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ സ്റ്റോൺ ആണ്, ഫുള്ള് സ്റ്റോൺ ചെയ്തേക്കുന്നത്. ആ സ്റ്റോണിന്റെ എണ്ണം ഭയങ്കരമായിട്ടുള്ള 300-ന് മേളില് സ്റ്റോൺ ഉള്ളത് വരെ ഇറങ്ങുന്നുണ്ട്. അപ്പം അതിനൊക്കെ 1000 എബവ് ആണ് ഹോൾസെയിൽ റേറ്റ് പോകുന്നത്. റീറ്റെയിൽ റേറ്റ് അതിന് താഴോട്ട് വരുന്നതുകൊണ്ട്, റീറ്റെയിൽ റേറ്റ് അതിന് താഴോട്ട് വരുന്നുണ്ട്, ഹോൾസെയിൽ റേറ്റ് അതിന് താഴോട്ട് വരുന്നുണ്ട്. ഇത് നമ്മളുടെ അത്രയും എന്താ പറയുക, അത്രയും സ്റ്റോൺ ഉള്ളത്. സ്റ്റോൺ ഉണ്ട്, നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാതിരിക്കും. സ്റ്റോൺ ഉണ്ട്, കൂടി വന്ന ഒരു 50-60 സ്റ്റോൺ കാണുമായിരിക്കും. ഇല്ലേ, 100-ന് മേളിലുണ്ടാവും. കുറേ സ്റ്റോൺ ഉണ്ട്. എണ്ണിയൊന്നും ഇല്ല, എണ്ണിയൊന്നും നോക്കാൻ പറ്റത്തില്ല. പാകിസ്ഥാനി ഷോൾ എന്ന് പറയുമ്പോൾ അയ്യോ ഇതാണ് ഇങ്ങനെയല്ല അങ്ങനെയാണ്, നിങ്ങളുടെ മനസ്സിലെ സങ്കല്പം എന്താണെന്ന് നമുക്കറിയത്തില്ല. പല മോഡലിൽ പാകിസ്ഥാനി ഷോൾ ഇറങ്ങുന്നുണ്ട് എന്ന് മാത്രം മനസ്സിലാക്കുക. ഇത് ലൈറ്റ് ഷെയ്ഡ് ഏത് ഡ്രസ്സിന് വേണമെങ്കിലും ഇടാം. ഇതിന്റെ പല ഷെയ്ഡ്സ് ആണ് കാണിക്കുന്നത്. നമ്മൾ കാണിക്കുന്നത് ഇപ്പോൾ കുറഞ്ഞ റേഞ്ച്, പാകിസ്ഥാനി ഷോളിനെ അപേക്ഷിച്ച് കുറഞ്ഞ റേഞ്ചിലുള്ള ഒരു ഷോളാണ് നമ്മളിപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിന്റെ കൂടിയ റേഞ്ച് വിത്ത് ഷോളിന്റെ ചുരിദാർ ഇതിന്റെ കൂടെ ഉണ്ട്. ഒരു ഷോളും കൂടെ എടുത്തുകൊണ്ട് വരാം, അതിനകത്തൊന്ന് എടുത്താൽ മതി. അതുകൂടെ ഞാൻ കാണിക്കാം. അത് കൂടിയ ഷോള്, അതായത് ചുരിദാർ സെറ്റിൻ്റെ കൂടെ വരുന്ന പല മോഡലുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താനാണ്. കാരണം ആൾക്കാർക്ക് തെറ്റിദ്ധാരണയുണ്ട്. എന്നാ ഈ പറഞ്ഞ പോലെ എന്തോ ഒരു വഴിച്ചൽ എന്നാ പറയൂലോ, എന്തുവാ എന്തുവാ ഏതാണ്ട് സാധനം പറയും, എല്ലാം അതാന്ന് പറയും. അങ്ങനെ അല്ല, പലതും പലതുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇതാണ് ഈ ആദ്യത്തെ ഷോള്. ഇത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ നമ്പർ കൂടെ കൂട്ടി നമ്പർ സ്ക്രീൻഷോട്ട് എടുക്കുക. കാരണം ഇത് തിരിച്ചറിയാൻ ഭയങ്കര പാടാണ്. ഇത് കണ്ടോ, ഇത് വേറൊരു ഷോളാണ്. ഇത് വിത്ത് ഇത് വേറെ കൊടുക്കത്തില്ല, ഇത് ഞാൻ വെറുതെ കാണിക്കുന്നേ ഉള്ളൂ. ഇത് കൊടുക്കാനുള്ള ഷോളല്ല, ഇത് വേറെ ഷോളാണ്. ഇതിന്റെ സ്റ്റഫും അതിന്റെ സ്റ്റഫും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇതിന് വില വരുമ്പോൾ നല്ല വില വരുന്ന ഷോളാണ്. ഇത് കൊടുക്കാനല്ല, പിന്നെയും പറയാ, ഇത് ഞങ്ങളുടെ ചുരിദാർ സെറ്റിനകത്തിരിക്കുന്ന ഷോളാണ്. ഇതിന്റെ കൂടെ ചുരിദാർ സെറ്റും കൂടെ ഉണ്ട്. ആ ഷോളാണ് ഇത്. ആ ഷോളാണ് അത്. അതിന്റെ സ്റ്റോൺ കാണിക്കും. ഇതിന്റെ സ്റ്റോൺ നോക്ക് നിങ്ങൾ. ഇനി ഇതിന്റെ സ്റ്റോണും കൂടെ നോക്ക്. രണ്ടും സ്റ്റോണിന്റെ എണ്ണത്തിൽ ഇതിന് ഭയങ്കരമായിട്ട് കുറവുണ്ട്. അപ്പൊ ഇതിന്റെ റേറ്റ് അങ്ങ് പോകും, ഭയങ്കരമായിട്ട് പോകും. സ്റ്റോൺ മാത്രമല്ല, ഇത്ത ഒരു സൈസ് കാന്ത വർക്കും മറ്റൊരു സൈസ് വർക്കും സീക്വൻസ് വർക്കും എല്ലാം ചെയ്യുന്നുണ്ട് ഇത്തൽ അത്രയും ഹെവി വർക്കില്ല. അതുകൊണ്ടാണ് റേറ്റ് കുറഞ്ഞു വരുന്നത്. അപ്പം അത് മനസ്സിലാക്കി മാത്രം മേടിക്കുക. ഇത് കണ്ടോ, ഇതാണ് അതിൻ്റെ കൂടെ വരുന്ന ചുരിദാർ. ഇതിൻ്റെ പല കളർ വരുന്നുണ്ട്. ബ്ലാക്ക് വരുന്നുണ്ട്, വൈറ്റ് വരുന്നുണ്ട്, ചിക്കു കളർ വരുന്നുണ്ട്, അങ്ങനെ വരുന്നുണ്ട്. ഇത് വിത്ത് ഷോളാണ്. ഇത് തന്നെ ഈ പിങ്ക് കളറിലും വരും. ഇതിപ്പോൾ ചുരിദാർ സെറ്റിൻ്റെ വീഡിയോ അല്ല, ഞാനിത് നിങ്ങളെ ആ ഷോളിനെ പറ്റി മനസ്സിലാക്കിക്കാൻ ഒന്ന് കാണിച്ചതേ ഉള്ളൂ. പിന്നെ മിന്നുന്നതെല്ലാം പൊന്നല്ലേ, എന്തോ ചേരുന്ന പഴംപൊടി പഴഞ്ചൊല്ലാണോ എന്ന് അറിയത്തില്ല. എല്ലാം ഒന്നല്ല, അത്ര ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. എല്ലാ സാധനവും ഒന്നല്ല. പാകിസ്ഥാനി ഷോൾ എന്ന് കേൾക്കുമ്പോൾ പാകിസ്ഥാനി ഷോൾ ഇത്ര രൂപ എന്നല്ല, പലതിനും പല റേറ്റ് ഉണ്ട്. ഇതടുത്തത് ഉണ്ടോ, നല്ല സോഫ്റ്റ് ആണ്, മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ആണ്. പിന്നെ റേറ്റ് കുറഞ്ഞ ഷോളാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. ഇതിൽ ഈ മോഡലിൽ റേറ്റ് കുറയും. ഇതെന്താ ഇത് ഇങ്ങനെ പിടിക്കുന്നത്, ഇങ്ങനെ തമ്മിൽ പിടിക്കുന്നത് ആ കല്ലാണ്, ഇതിലുള്ള ആ സ്റ്റോണാണ് ഇങ്ങനെ പിടിക്കുന്നത്. ഇത് വേറെ ഒന്നും. പ്രിന്റ് ഔട്ട് എടുക്കുമ്പോഴേ ഇത് കൂട്ടി എടുക്കാവുള്ളൂ കേട്ടോ. സ്ക്രീനിലെ നമ്പര് ഉറപ്പായിട്ട് നമ്പർ കൂട്ടി എടുക്കാവുള്ളൂ, അല്ലെങ്കിൽ ഉത്തരം പോലും തരാൻ പറ്റുകയില്ല എന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ടോ. പ്ലെയിന് നിങ്ങൾക്കിപ്പോൾ വൈറ്റ് ആൻഡ് വൈറ്റ് ടോപ്പും ബോട്ടം ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഇടാൻ നല്ലതാണ്. എങ്കിലും നല്ല ബ്ലാക്കിൻ്റെ കൂടെ ആണെങ്കിൽ നല്ല. ഇതിൻ്റെ എല്ലാം ഇതായിട്ട് വരുന്നത് ചിക്കൻ കറി
ഇതുണ്ടോ, നമ്മുടെ അടുത്തുള്ള ഇത് ചുരിദാർ സെറ്റാണ്. ഞാൻ നോക്കാനായിട്ട് ഇവിടെ കൊണ്ട് വെച്ചിരുന്നത്. ഇതുണ്ടോ, ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം വേണമെങ്കിൽ. ഇത് ടോപ്പും ബോട്ടും നിറച്ചും വർക്കുള്ള ടോപ്പും ബോട്ടുമാണ്. ഇനി വിത്ത് ഷോളുണ്ട്, ഇതല്ല. എല്ലാം പല പല കളേഴ്സ് ഉണ്ട്. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒത്തിരി ഡ്രസ്സിന് ഇടാം, ഒത്തിരി ഡ്രസ്സിന് വിത്ത് ഷോൾ ആയിട്ട് ഇടാം. എല്ലാത്തിനും തന്നെ മൾട്ടി കളറായിട്ടാണ് വരുന്നത്. ഇത് കൂട്ടി ഷോളിന് വേറെ മിക്സ് ചെയ്തിട്ടുണ്ടോ? ആ ടൈപ്പ് അങ്ങോട്ട് കൂടി കിട്ടും. ഇപ്പൊ ഏതാ മിച്ചമുള്ളതെന്ന് ചോദിച്ചാൽ ഒത്തിരി മെസ്സേജുകൾ വരുന്നെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ഓരോന്നും ഇതിങ്ങനെ ഒട്ടുന്നത് എന്നാന്നറിയാമോ? സ്റ്റോണാണ്. അടുത്ത ഡിസൈൻ ഇത് റിപ്പീറ്റ് ആകുന്നുണ്ടെങ്കിൽ റിപ്പീറ്റ് ആകുന്നില്ല വന്ന് നമ്പർ സ്ക്രീൻഷോട്ട് എടുക്കണം കേട്ടോ. കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നമ്പർ എടുത്താൽ മതി. ഷോള് റിപ്പീറ്റ് ആകുന്നില്ലെന്നാണ് എൻ്റെ വിശ്വാസം. ഇനി അഥവാ റിപ്പീറ്റ് ആകുന്നുണ്ടെങ്കിലും പ്രശ്നമില്ല. നമ്പർ നോക്കിയിട്ട് ഈ ഷോളിലും നമ്പറുണ്ട്, നിങ്ങൾ അയക്കുന്ന നമ്പരും കൂടെ നോക്കിയിട്ട് എടുക്കുന്നത്. അതുകൊണ്ട് മാറിയൊന്നും പോകത്തില്ല. പലർക്കും ഒരു പേടിയുണ്ട്, പല സാധനങ്ങളും എടുക്കും, മാറിപ്പോവില്ലേ എന്ന് പറയാം. അങ്ങനെ മാറിപ്പോവില്ല കേട്ടോ. പിന്നെ ഒരു കാര്യമുണ്ട്, സ്ക്രീനിൽ കാണുമ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ ഒരു ലൈറ്റും എഫക്റ്റും ഒക്കെ വെച്ചിട്ട് ചിലപ്പോൾ നിങ്ങൾ മനസ്സിൽ കരുതുന്ന കളർ ആയിരിക്കത്തില്ലെന്നേ ഉള്ളൂ. നമ്മൾക്ക് അയക്കുന്നത് 99% തെറ്റാറില്ല. കാരണം നമ്മൾ അയത്തേലും നമ്പർ ഇടുന്നുണ്ട്, ഇവത്തേലും നമ്പരൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടാണ് നിങ്ങളെ കാണിക്കുന്നത്. അപ്പം നമ്മൾ നമ്പർ നോക്കി തന്നെയാണ് അയക്കുന്നത്. അടുത്തത് വൈറ്റിൻ്റെ ഒരു ഷെയ്ഡ്. ഞാനിപ്പോൾ ഓരോന്നിൻ്റെ ഷെയ്ഡ് പറയാത്ത എന്നാ പറയുക, ഒത്തിരി ഉണ്ട്. പറയാൻ പോയി കഴിഞ്ഞാൽ ഭയങ്കര മൾട്ടി കളറുകൾക്കകത്ത് എന്തോരം കളർ പറഞ്ഞേരാ. ബ്ലൂ ഉണ്ട്, പിങ്ക് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഞാനോർത്തിരുന്ന് 5-6 ഉണ്ടെന്ന്. ഇത് കുറേ എണ്ണം ഉണ്ടല്ലോ. ഒരു വീഡിയോയ്ക്കുള്ളത് ഇല്ലെന്ന് ഓർത്തോണ്ടിരുന്നു, പക്ഷെ 1.5 വീഡിയോയ്ക്കുള്ളതുണ്ട്. മിണ്ടാതെ നിന്നുള്ള പേടിയായി പോകും അല്ലേ? എനിക്ക് സത്യം പറയുന്നൊരു ഉഷാറില്ല. ചില ദിവസങ്ങൾ അങ്ങനെയെന്ന് പറയില്ല. പ്രത്യേകിച്ച് ഒരു കാര്യമില്ല, ഒരു ഉഷാറില്ല. ഈ പ്രകൃതിയുടെ കാര്യം പറയുന്നത് ചില ദിവസം കാർമേഘം മൂടിക്കിടക്കുകയല്ലേ. അതുകൊണ്ടാണ് ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചു. അതിനകത്തൊന്നും ഒരു കുറവും വരുത്തില്ല. എന്നാ വയ്യ ഭക്ഷണം കഴിക്കുന്നതിന്. പുളിയെ കഴിച്ചില്ലെന്നോ? ഇല്ലേ, കഴിക്കാതെയാണോ നിൽക്കുന്നേ? കുഴപ്പമാട്ടോ, പോയി കഴിക്ക്. കുഴപ്പമാണെന്ന് എനിക്കറിയാത്തില്ല. ഞാൻ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഗുളിക കഴിച്ചില്ലെങ്കിൽ ഇന്ന് ഗുളിക കഴിച്ചില്ലെങ്കിൽ ചോദിക്കരുത്. അതുപോലെ എല്ലാ മനുഷ്യർക്കും ഉള്ളൂ അങ്ങനെയൊക്കെ. ചില ദിവസം മൂഡില്ല. ലേഡീസിന് പ്രത്യേകിച്ച് മൂഡ് സിങ്സ് ഒക്കെ ഉണ്ടാകുന്നവരാണല്ലോ. എനിക്ക് അങ്ങനെയൊന്നുമില്ല. മൂഡ് സിങ്സ് ഉണ്ട്, അത് ഉറപ്പായിട്ടും ഉണ്ട്. എന്നാണോ ഇന്നൊരു ദിവസം അങ്ങനെ ചില ദിവസം എപ്പോഴും ചിരിച്ചു വിളിച്ച് നടക്കാൻ പറ്റുമല്ലേ? പ്രകൃതിക്ക് പോലും ഇല്ല കരച്ചിലും ചിരിയും വെയിലും. കരച്ചിലും ചിരി എന്ന് പറഞ്ഞാൽ മഴ എന്ന് ഞാൻ പറയത്തില്ല. എന്താ സുഖമുള്ള സാധനം അമ്മക്കാർ മഴയെന്ന് പറയുന്നല്ലേ. തീർന്നല്ലോ അല്ലേ? എനിക്ക് തന്നെ ഒന്നും മനസ്സിലാകുന്നില്ല. എൻ്റെ പ്രിൻ്റ് ഒക്കെ കണ്ടിട്ട് എല്ലാം ഒരേപോലെ ഇരിക്കുന്നു. ഞാൻ നോക്കിയിട്ട് ഒരേപോലെ അല്ല കേട്ടോ, കളർ വ്യത്യാസമുണ്ട്. ഇനി നമ്മുടെ എൻ്റെ പൊന്നെ ഇത് എനിക്കറിയത്തില്ല, ഇത് മോഡാളല്ല കേട്ടോ. ഇത് ഞാൻ ഒരിക്കലും മോഡാളാന്ന് പറഞ്ഞിട്ടില്ല. ഇത് ഞാൻ പറഞ്ഞ അജ്രക്ക് പ്രിന്റ് വരുന്ന റയോൺ മെറ്റീരിയലിലാണ്. നല്ല റയോണിന്റെ നല്ല സൂപ്പർ മെറ്റീരിയലാണ് വരുന്ന കോട്ടൺ റയോൺ അല്ലെങ്കിൽ സിൽക്കി. ഇതിപ്പോ സിൽക്കി റയോൺ എന്നും പറയാൻ പറ്റത്തില്ല, അങ്ങനത്തെ ഷോളായത് കേട്ടോ. ഞാൻ മൊഡാൾ ഷോൾ എന്ന് ആരൊക്കെയോ കമന്റിൽ എഴുതിയിരുന്നുണ്ട്. മൊഡാളല്ല കേട്ടോ, ഇത് മൊഡാളല്ല. ഞാൻ മൊഡാളൊന്നും പറഞ്ഞിട്ടില്ല. ഇത് കോട്ടൺ ഷോള് തന്നെയാണ്, റയോൺ ഷോള് തന്നെയാണ്. കോട്ടൺ നല്ല റയോൺ ഷോള് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നെ കുർത്തി തയ്ക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് ഇതുണ്ടോ,
സംഭവം. ഇതിപ്പോ നേവി ബ്ലൂ കളർ കേട്ടോ. ഇൻഡിഗോ. ഇൻഡിഗോ ഷോൾ നല്ലതല്ലേ വൈറ്റ് ചുരിദാറിന്? വൈറ്റ് ചുരിദാർ വൈറ്റും വൈറ്റിനും കൂടെ ചേരി കിടത്ത് ഏത് കളറല്ലേ? ഗ്രീൻ. ഇത് നമ്മുടെ അജ്രക്കില് വരുന്ന എപ്പോഴും വരുന്ന മെയിൻ കളേഴ്സുകളാണ് ഞാൻ കാണിച്ചത്. ഇൻഡിഗോ കളറ്, ഗ്രീൻ കളറ്, പിന്നെ ഒരു എന്താ പറയുക കഴിഞ്ഞ ദിവസം കാണിച്ച ഷോൾസിന്റെ മോഡല്. അത് കുറച്ച് ബാലൻസ് വന്നിരിക്കുന്ന മോഡലും കാണി. ഒത്തിരി പേര് ഏതൊക്കെ ഇനിയുള്ള ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി ഇതാണ്ട് ഇതൊക്കെയാണ് ഇനി ഉള്ളത്. ഇതെല്ലാം ഏകദേശം ഓരോ പീസൊക്കെ വെച്ചേ ഉള്ളൂ. ഇത് ഷോപ്പിലിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഏത് സമയവും തീർന്നു പോകാം. കാണുന്നവരെല്ലാം എടുക്കുന്നുണ്ട്. പിന്നെ പ്രിന്റ്, ചിലർക്ക് ചില പ്രിന്റ് കണ്ടിട്ട് വരും, ആ പ്രിന്റ് വേണം എന്ന് പറയും. ആ പ്രിന്റ് തന്നെ കൊടുക്കാൻ ചിലപ്പോൾ നമുക്ക് കാണത്തില്ല സ്റ്റോക്ക്. എന്താ എന്നാ സോഫ്റ്റ് അല്ലേ? മേടിച്ചവരാരും അൺസാറ്റിസ്ഫൈഡ് ആകുകയെന്ന് എനിക്ക് നല്ല ഷോർട്ട് ചെയ്യുന്നത്. പ്ലെയിൻ ഒരു ഡ്രസ്സിൻ്റെ കൂടെ ഇട്ടാൽ മതി. പ്ലെയിൻ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഇടാം. ഏറ്റവും നല്ല ഗ്രാൻഡ് ആയിരിക്കും. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒക്കെ ഈ ബാന്തിനി പ്രിന്റ് ഒക്കെ വരുന്നത് റെഡിൻ്റെ ഒക്കെ കൂടെ ഇടണം. എന്നാ രസമായിരിക്കും എന്നറിയാമോ? ഉണ്ടോ? പിന്നെ നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് ഓരോന്നൊക്കെ ഓരോ ഡിസൈൻ ചെയ്യുമല്ലോ. 6 ആഗ്. ഇപ്പൊ ഷോളിനുള്ളതുണ്ടോ ഉണ്ടല്ലോ ഒരു വീഡിയോ ലെങ്ത് ആയി പോകും ഷർട്ടും കൂടെ കാണിക്കുമ്പോ. ബോഡി ഇങ്ങനെ തന്നെയാണോ? അല്ലല്ലേ. കളറ് ബ്ലാക്ക് ആണേ. ഇതും ബ്ലാക്ക്, അതും ബ്ലാക്ക്. മറന്നു. ടൈം ഒന്ന് നോക്കിക്കാൻ 4 ആയോ? അടുത്തത് ഇത് കാണിച്ചതാണ്. ബാന്തിനി പ്രിന്റും അജ്രക്ക് പ്രിന്റും എല്ലാം കൂടെ സമ്മിശ്രമായിട്ട് വരുന്ന സംഭവം. ഇത് ഒരേപോലെ ഇരിക്കുന്നത് നിങ്ങൾക്ക് തോന്നും. ഈ മുന്താണിയുടെ ഭാഗത്ത് വരുന്ന പ്രിന്റ് ഇല്ലേ, ആ ഡിസൈനിലാണ് വ്യത്യാസം വരുന്നത്. ബാക്കിയൊക്കെ ബോഡിക്ക് മിക്കതിനും സെയിമാണ്. ഇതെന്നാന്നറിയോ? നിങ്ങൾ കഴിഞ്ഞ ദിവസം കാണാത്തത് ഇതിനകത്ത് കാണും. കാരണം കടയിൽ കുറച്ച് നേരത്തെ വന്ന സ്റ്റോക്ക് ഇരിപ്പുണ്ടായിരുന്നേ. അതും കൂടെ കൂട്ടിയായി ഇപ്പോൾ കാണിക്കുന്നത്. അന്ന് കടയിൽ ഇരുന്ന സ്റ്റോക്കിൻ്റെത് കാണിച്ചില്ല. ഒരെണ്ണം കൂടിയേ ഉള്ളൂ. ബ്ലാക്ക്. ഇത് നേരത്തെ മുമ്പേ കാണിച്ച കൂട്ടത്തിലുണ്ട്. ഈ ഭാഗത്ത് വരുന്ന പ്രിന്റിലുള്ള വ്യത്യാസമാണ്. ഇപ്പൊ ഷോളിന്റെ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഷർട്ട് കാണാം. ഇനി നമ്മുടെ ഷർട്ടിന്റെ സെക്ഷനാണ്. സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാവും. ഷർട്ടിൻ്റെ സെക്ഷനാണ്. ഞാൻ ആദ്യമായിട്ട് ജെൻസിൻ്റെ ഒരു സംഭവം കാണിക്കുന്നത്. അപ്പോൾ ഏതായാലും കാണിക്കാം. ഇതുണ്ടോ നല്ല ഈ ലൈക്രാന്ന് ഞാൻ ഉറപ്പായിട്ട് ഫുൾ ലൈക്ര എന്ന് പറയാം. ലൈക്രയുടെ പോലത്തെ ഒരു മെറ്റീരിയൽ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട്
പറയാൻ ഓക്കെ ആയിട്ടില്ല. ഷർട്ടിൻ്റെ ആൾ ഇന്നിവിടെ ഇല്ല. ഷർട്ടിൻ്റെ ആൾ വരാൻ തുടങ്ങണം. അല്ല, വരണം, എന്നാലേ നമുക്ക് ഇതാവത്തുള്ളൂ. ഞാനിപ്പോൾ ഇതങ്ങ് കാണിക്കുന്നുള്ളൂ. ഇതാണ് ആദ്യത്തേത്. ഇതിൻ്റെ സൈസ് സ്ക്രീനിൽ എഴുതി കാണിക്കാം. ഏതൊക്കെ വളരെ കുറച്ച് ഷർട്ടേ കാണിക്കുന്നുള്ളൂ. ട്രയൽ എന്നുള്ളത് എനിക്ക് വളരെ കുറച്ച് ഷർട്ടേ കാണിക്കുന്നുള്ളൂ. ഇഷ്ടംപോലെ ബ്രാൻഡഡ് ഷർട്ടുണ്ട്, ടീഷർട്ട്സ് ഉണ്ട്, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട്. ഇനി ഇതുണ്ട്. ഇതിൻ്റെ മെറ്റീരിയൽ നിങ്ങൾ നോക്കും. നമ്മുടെ എന്താ പറയുന്നത്, ഇത് കണ്ടോ, ഇത് ഈ ഷോൾഡർ ഇപ്പം ഇറങ്ങി കിടക്കുന്ന ഒരു മോഡലുണ്ടല്ലോ, താഴേക്ക് ഇറങ്ങി കിടക്കുന്ന മോഡൽ. ഈ സൈലന്റ് മോഡൽ താഴേക്ക് ഇറങ്ങി കിടക്കുന്ന ഒരു മോഡലുണ്ടല്ലോ, ആ മോഡലാണ് ഇത് ഷർട്ട്. പിന്നെ ഷോൾഡർ താഴേക്ക് ഇറങ്ങി കിടക്കുന്ന പിള്ളേർക്ക് അറിയാം. എന്നിട്ട് കൈ ഇങ്ങനെ ഇരിക്കും, ഒരു ഇത്രയും 3/4 കൈയുടെ അത്രയായിട്ടിരിക്കുന്നത്. അങ്ങനത്തെ ഒരു മോഡൽ ഇപ്പം ഭയങ്കരമായിട്ടുണ്ട്. ഇതിൻ്റെ മെറ്റീരിയൽ കണ്ടോ, ഇങ്ങോട്ടോ ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ ഇങ്ങനെ എന്താ പറയുന്നത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള നമ്മുടെ നെറ്റ് പോലെ വരുന്ന ഒരു സൈസ് മെറ്റീരിയലാണ്. ഇതിൻ്റെ ബാക്കിലും ഇങ്ങനെ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ടീനേജേഴ്സിന് യൂത്തിനൊക്കെ ഇടാൻ പറ്റുന്ന ഷർട്ട്. ഇതിപ്പോൾ കാണിക്കുന്നത് ഫുൾ സ്ലീവാണ്. അത് ഹാഫ് സ്ലീവ്, ഇത് ഫുൾ സ്ലീവ്. ഇതിൻ്റെ ഇത് കണ്ടോ, സ്റ്റഫ് കണ്ടോ, കനം കുറവാണ്. ബോഡിക്ക് ഭയങ്കര കനം കുറവാണ്. കണ്ടാൽ പോകുമ്പോൾ ഭയങ്കര ചാക്ക് പോലെയാണ്. ഭയങ്കര നല്ല കനം കുറവാണ്. ഇപ്പോഴത്തെ പിള്ളേർക്കല്ല, എല്ലാവർക്കും ഇടാം. ഞാനങ്ങ് പറയുക, ഓരോ സ്റ്റൈൽ ഇറങ്ങുന്നതേ. നമുക്ക് ജെൻസിൻ്റെ അത്രയും അങ്ങ് ഓക്കെ അല്ല ഞാൻ പറയാനായിട്ട്. സൈറ്റിൽ പോയത് കണ്ടുപോയല്ലേ, കുറവാണ് കേട്ടോ. ഇത് റയോൺ ആണ്. ഇത് റയോൺ മെറ്റീരിയൽ ആണോ എന്ന് നിങ്ങൾ ചോദിക്കും. പക്ഷേ റയോൺ ആണ്, കോട്ടൺ അല്ലേന്ന് ചോദിക്കും. കോട്ടൺ അല്ല, ഞാനും അങ്ങനെ ചോദിച്ച ആളാണ്. പക്ഷേ റയോൺ ആണ്. ഇത് നല്ല കൂടിയ റയോൺ ആണ്. ഇതുകൊണ്ട് ഇച്ചിരി കോട്ടൻ്റെ അത്രയും തന്നെ നല്ല കട്ടിയുണ്ട് ഒരു ഷർട്ട്. ഇതിൻ്റെ സൈസ് സ്ക്രീനിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇത് വേറൊരു ഷർട്ട്, ഫുൾ സ്ലീവാണ്. ഇങ്ങനെ ഇത് ചെയ്ത് വന്നിരിക്കുന്നത്. ഇത് കണ്ടോ, ഇതും അങ്ങനെ. ഇതിൻ്റെ സ്റ്റഫ് കണ്ടോ, നമ്മുടെ ഈ ഹക്കോബ എന്നൊക്കെ പറയരുത് എന്ന് പറഞ്ഞ പോലത്തെ സ്റ്റഫാണ് ഇതിന്. നല്ല ഷർട്ടുകളാണ്. ഇതിൻ്റെ സൈസും ഞങ്ങൾ സ്ക്രീനിൽ എഴുതിയേക്കാം. ആ സൈസ് അനുസരിച്ച് വാങ്ങുക. റേറ്റും സ്ക്രീനിൽ എഴുതിയേക്കാം. ഫുൾ സ്ലീവ് ആണെങ്കിൽ FS എന്നും, ഹാഫ് സ്ലീവ് ആണെങ്കിൽ HS എന്നും എഴുതിയേക്കാം. അപ്പോൾ അത് നോക്കി വാങ്ങിച്ചാൽ മതി. പിന്നെ ഇഷ്ടംപോലെ ടീഷർട്ട്സ് ഉണ്ട്, ബ്രാൻഡഡ് ഷർട്ട്സ് ഉണ്ട്. ബ്രാൻഡഡ് ഷർട്ട്സ് എന്ന് പറയുന്നത് സർപ്ലസ് ഐറ്റംസ്. നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും സർപ്ലസ് ഐറ്റംസ് എന്ന് പറയുന്നത് എന്നാ. ഞാൻ തന്നെ ഒത്തിരി വിശദീകരിച്ചിട്ടുള്ളത്. അതായത് ബ്രാൻഡഡ് ഷർട്ടുകൾ കമ്പനി എന്നാ പറയുന്നത് എക്സ്പോർട്ടിന് വേണ്ടിയിട്ട് കൂടുതൽ എണ്ണം അടിക്കും. ഇപ്പോൾ 10,000 പീസ് ഉണ്ടെങ്കിൽ 12,000 പീസ് അടിച്ചു കഴിഞ്ഞാൽ ആ 10,000 പീസ് അവർക്ക് എക്സ്പോർട്ടായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 2,000 പീസ് മിച്ചം വരുന്നത് അവരുടെ ഔട്ട്ലെറ്റ് വഴി അവർ കുറഞ്ഞ ബണ്ടിൽ കണക്കിന് കൊടുക്കും, കുറഞ്ഞ റേറ്റിൽ. അപ്പോൾ അതായത് ചുരുക്കത്തിൽ ഒരു 2,000-3,000 രൂപ വരുന്ന ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് 1,000 രൂപ ഒരു താഴെയുള്ള റേഞ്ചിൽ നമുക്ക് കിട്ടും. അങ്ങനത്തെ ഷർട്ട് വേണമെന്നുള്ളവർ സൈസ് പറഞ്ഞാൽ മതി. നമ്മളുള്ളതിൻ്റെ ഫോട്ടോ ഇട്ട് തരാം. നേരിട്ട് വന്ന് ഈ നമ്മുടെ സറൗണ്ടിങ്സിൽ എവിടെയുള്ളവർക്ക് നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ജീൻസ് ഉണ്ട്, ഷോർട്സ് ഉണ്ട്, ട്രാക്ക് പാൻസ് ഉണ്ട്. പിന്നെ ഒത്തിരി കളക്ഷൻസ് ഓൺ ദ വേ ആണ്. ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് ഇഷ്ടംപോലെ കളക്ഷൻസ് വരുന്നുണ്ട്, ജെൻസിൻ്റെ ലേഡീസിൻ്റെ എല്ലാവരുടെയും. അപ്പം വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അടുത്ത ദിവസം കാണിക്കുന്നത് പ്ലെയിൻ സാരി ആയിരിക്കും. താങ്ക് യു.